സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയം, സാമൂഹ്യം, സാംസ്കാരികം, പാരിസ്ഥിതികം, ചരിത്രം, പിന്നെ വിവിധ ജനവിഭാഗങ്ങളുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയം, രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പഴയ രാഹുൽ ഗാന്ധി അല്ല, ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ, സ്വതന്ത്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. സ്വാഭാവികമായും അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തിയതിന് ശേഷം കുറേ കൂടി ഒരു പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവാണ്, സ്വാഭാവികമായി അതിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ലോകസഭയിലെ ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഒരു സാധാരണ പദവിയല്ല, വളരെ ഉത്തരവാദിത്വപ്പെട്ട പദവിയാണ്. അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ ആ സംവിധാനങ്ങൾ നാളെ ഭരണപക്ഷത്തെത്തിയാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാൻ സാധ്യതയുള്ള പേരുകളിൽ പ്രഥമ പേരാണ് രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധി വലിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. വോട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ പിന്നെ രാജ്യത്താകെ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിലും ID കാർഡിലുമൊക്കെ ഒരുപാട് കൃത്രിമത്വം നടത്തിയിട്ടുണ്ട്. ഇരട്ട പേരുകളുണ്ട്, പലരുടെയും പേര് പല സംസ്ഥാനങ്ങളിൽ തന്നെയുണ്ട്, പല ജില്ലകളിലുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള വളരെ ഗൗരവതരമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നിഷേധിക്കുന്നുമുണ്ട്. കേന്ദ്ര സർക്കാരും BJPയും അതിനകത്ത് വലുതായി കമൻറ്റ് പറയാറുമില്ല. കാരണം ഇത് ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ്, ഇന്ത്യ മുന്നണി എന്നുള്ള കൺസെപ്റ്റിലാണ് പോകുന്നത്. പക്ഷെ പ്രശ്നം അവിടെ അതല്ല. കോൺഗ്രസ് തിരിച്ചു വന്നാലും ഇന്ത്യ മുന്നണി എന്ന സംവിധാനം എത്ര കണ്ട് ബലപ്പെട്ടു എന്ന് നമുക്ക് ഇനിയും വിലയിരുത്താനാകുമോ? ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രശ്നം, അതൊരു വൈരുദ്ധ്യ മുന്നണിയാണ്. വിരുദ്ധമായ ആളുകൾ സംസ്ഥാന തലത്തിൽ വിരുദ്ധ തലങ്ങളിൽ നിൽക്കുന്നവരാണ് ദേശീയ തലത്തിൽ ഒന്നിക്കാൻ നിൽക്കുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യം അതിനകത്തുണ്ട്. ഇപ്പോൾ കേരളത്തിൽ CPMും കോൺഗ്രസും രണ്ട് ചേരിയിലാണ്. പക്ഷേ ഡൽഹിയിലെത്തുമ്പോൾ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകേണ്ടി വരുന്നു. തമിഴ്നാട് ചെല്ലുമ്പോഴും അതുപോലെ തന്നെയാണ്, വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ്, മമതാ ബാനർജി, CPM മൂന്ന് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷേ അവർ മൂന്നും കൂടി ഡൽഹിയിലെത്തുമ്പോൾ ഒന്നിലേക്ക് വരേണ്ടി വരുന്നു. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നു. പക്ഷേ ഡൽഹിയിൽ വരുമ്പോൾ ഒരു ധ്രുവത്തിലേക്ക് ഒന്നിച്ച് വരേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ് എങ്ങനെയാണ് ഇന്ത്യൻ ജനത സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. അടുത്ത പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധി വരുമോ, ഇന്ത്യ മുന്നണി വരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജനങ്ങൾ ഇന്നത് ചെയ്യും ചെയ്യില്ല എന്ന് നമുക്ക് വിലയിരുത്തുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി കുറേ തിരിച്ചു വരുന്നുണ്ട്. അദ്ദേഹം കുറേ കൂടി ഇരുത്തം വന്ന പക്വതയായിരുന്ന ഒരു നേതാവായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രായവും ആകുന്നു. കാരണം ചെറുപ്പമല്ലല്ലോ, ചെറുപ്പം ക്രോസ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വളരെ വലിയൊരു നേതാവായി ഇന്ത്യയിൽ വരുന്നു. അദ്ദേഹം ഹൈഡ്രജൻ ബോംബ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇലക്ഷനെ സംബന്ധിച്ച് അത് പൊട്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ വളർച്ച, തിരിച്ചുവരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും സംഭാവന നൽകുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മെച്ചപ്പെടുമോ? ഇന്ത്യ മുന്നണിക്ക് മുതൽക്കൂട്ടാകുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്കെയിൽ അളക്കാൻ കഴിയുകയുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ മറ്റെന്ത് ന്യായാന്യായങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് എത്ര ആളുകളുണ്ട്, അംഗസംഖ്യ കൂടി, വോട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം വോട്ട് കൂടി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളൊരു തന്ത്രമാണുള്ളത്. ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു, നമുക്ക് നോക്കണം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും പെർഫോമൻസ് നോക്കണം. അത് കഴിഞ്ഞ് വീണ്ടും പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് വരും. മെയ് ആകുമ്പോൾ 26 മെയ് ആകുമ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരും. അങ്ങനെ പല സ്ഥലങ്ങളിലും തിരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുകളിലെ ഓരോരുത്തരുടെ ചിന്തകൾ എത്ര വരും, എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത്.